രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി 22 നടക്കാനിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പവിത്രമായ ഈ ചടങ്ങുകൾക്ക് മുന്നോടിയായി താൻ അനുഷ്ഠിക്കാൻ പോകുന്ന വ്രതത്തെപ്പറ്റി പ്രധാനമന്ത്രി ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 11 ദിവസത്തെ പ്രത്യേക വ്രതം അനുഷ്ഠിക്കാൻ ആരംഭിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞു. അയോധ്യയിൽ നടക്കുന്ന ചരിത്രപരവും മംഗളകരവുമായ ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും അദ്ദേഹം ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. आज हम सभी भारतीयों के लिए, दुनिया भर में फैले राम भक्तों के लिए ऐसा ही पवित्र अवसर है. हर तरफ प्रभु श्री राम की भक्ति का अद्भुत वातावरण. मेरा सौभाग्य है कि मुझे भी इस पुण्य अवसर का साक्षी बनने का अवसर मिल रहा है. प्रभु ने मुझे सभी भारतवासियों का प्रतिनिधित्व करने का निमित्त बनाया है. मैं आज से 11 दिन का विशेष अनुष्ठान ആരംഭ कर रहा हूं. നിരവധി തലമുറകൾ ജീവിച്ച സ്വപ്നം ഇത് സാക്ഷാത്കരിക്കാനുള്ള അവസരം തനിക്ക് ലഭിച്ചു. പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് എല്ലാ ജനങ്ങളിൽ നിന്നുമുള്ള അനുഗ്രഹം ആവശ്യമാണ്. രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിന് ഇനി 11 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പ്രതിഷ്ഠാവേളയിൽ ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് 11 ദിവസത്തെ പ്രത്യേക വ്രതം ആരംഭിക്കുന്നു. ചരിത്രപരവും മംഗളകരവുമായ ഈ അവസരത്തിൽ സാക്ഷിയാകാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് ഓഡിയോ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി പറഞ്ഞു. ഞാൻ വികാരാധീനനാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം വികാരങ്ങൾ അനുഭവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിലെ ചില നിമിഷങ്ങൾ യാഥാർത്ഥ്യമായി മാറുന്നത് ദൈവിക അനുഗ്രഹം കൊണ്ടാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും ലോകമെമ്പാടുമുള്ള രാമഭക്തർക്കും വളരെ പുണ്യമുള്ള അവസരമാണ്. എല്ലായിടത്തും ശ്രീരാമനോടുള്ള ഭക്തിയുടെ അത്ഭുതകരമായ അന്തരീക്ഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജോലിത്തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും ഏറെ ഉണ്ടെങ്കിലും എല്ലാ ആചാരങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി മോദി. അതിനാൽ തന്നെ പ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾ മുൻപ് ആരംഭിക്കുന്ന വ്രതം അദ്ദേഹത്തിന്റെ രാമഭക്തിയുടെ ഏറ്റവും വലിയ പ്രകടനമാണ് എന്ന് പറയാം. അതേസമയം ജനുവരി 22 ചടങ്ങ് ഒഴിവാക്കിയതിന് കോൺഗ്രസ് പോലുള്ള പ്രതിപക്ഷ പാർട്ടികളെ ഭരണപക്ഷിയായ BJP രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശം കൂടി പുറത്തുവന്നിരിക്കുന്നത്. ഇതിനിടെ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് കണക്കിലെടുത്ത് ഉത്തർപ്രദേശിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജനുവരി 22 അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സംസ്ഥാനത്തെ എല്ലാ മദ്യശാലകളും ഈ ദിവസം അടച്ചിടാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്.